ഹലോ, നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഹൗ ടു ബിക്കം എ ഗുഡ് സിറ്റിസൺ. നമുക്ക് എങ്ങനെ ഒരു നല്ല പൗരനാവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ കൊള്ളയും കൊലയും പീഡനങ്ങളും കൊട്ടേഷൻ സംഘങ്ങളുടെ വിളയാട്ടവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നഗ്നത പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രധാരണ രീതിയും മദ്യവും മയക്കുമരുന്നും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ലൈംഗിക വിദ്യാഭ്യാസത്തിൻ്റെ അപര്യാപ്തതയും വീടിന് അകത്തും പുറത്തും പീഡന വീരന്മാരെ സൃഷ്ടിക്കുന്നു. മാതാപിതാക്കൾക്കും മുത്തശ്ശിമാർക്കും അധ്യാപകർക്കും തൻ്റെ തടി കേടാവേണ്ട എന്ന് വിചാരിച്ച് നിസ്സംഗമായി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് അച്ഛനമ്മമാരുടെ ജോലിത്തിരക്കും മുത്തശ്ശി കഥകളിലൂടെയുള്ള ഗുണപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് രീതി കുറഞ്ഞതും ശരിയായ പൗരബോധവും സദാചാരങ്ങളും വീടുകളിലും സ്കൂളുകളിലും പഠിപ്പിക്കാത്തതും ആണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഈ അവസരത്തിൽ സദാചാര മര്യാദകളുടെ ബോധവൽക്കരണം വളരെ പ്രസക്തമാണ്. ഒരു നല്ല പൗരൻ എങ്ങനെ ആയിരിക്കണമെന്ന് ആയുർവേദം പറയുന്നതും കേൾക്കൂ. പ്രധാനമായും ഒന്ന്, രാജ്യഭക്തി, നിയമപാലനം. പൗരന്മാർ രാജ്യത്തോട് സ്നേഹമുള്ളവരും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവരും ആയിരിക്കണം. 2, ആർദ്രസന്ധാനത, കമ്പാഷണേറ്റ്, ദയയും കരുണയുമുള്ളവരായിരിക്കണം. 3, ത്യാഗമനോഭാവമുള്ളവരായിരിക്കണം. നമ്മുടെ സുഖങ്ങളും ആനുകൂല്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ത്യജിക്കുവാൻ സന്നദ്ധതയുള്ള മനസ്ഥിതിയുള്ളവരായിരിക്കണം. 4, കായ് വാക് ചേതസാം ദമഃ, മനസ്സും വാക്കും കർമ്മങ്ങളും നിയന്ത്രിക്കുവാൻ കഴിവുള്ളവരായിരിക്കണം. 5, സ്വാർത്ഥബുദ്ധി പരാർത്ഥേഷു, എമ്പതി. മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു പ്രയാസം വന്നാൽ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ നോക്കിക്കാണുവാനും അതിനനുസരിച്ച് അവരോട് എമ്പതറ്റിക്കലായി ഇടപഴകുവാനും കഴിവുള്ളവരായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഒരു പൗരനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ. കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ, ബോധമുള്ളവർ ഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.